ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് പരിചയപ്പെടാനും അതുപോലെ തന്നെ ക്വിക്കായിട്ടൊരു ഓവർവ്യൂ ഒക്കെ ചെയ്യാൻ പോകുന്ന ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ OnePlusന്റെ നോഡ് CE5 എന്ന് പറഞ്ഞ മോഡലാണ്. നമ്മൾ ഓൾറെഡി നോഡ് 5ൻ്റെയും അൺബോക്സിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇത് നമുക്ക് ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമുക്ക് 25,000 രൂപയ്ക്ക് സ്റ്റാർട്ടിങ് വരുന്നൊരു മോഡലാണ്. നമുക്ക് 8GB 128GB സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 24,999 ആണ്. നമുക്കൊരു 2,000 രൂപയുടെ ക്യാഷ് നമുക്ക് കാർഡ് ഡിസ്കൗണ്ട് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 23 രൂപയ്ക്ക് സാധനം കയ്യിൽ കിട്ടും കേട്ടോ. അപ്പോൾ ആ റേഞ്ചിൽ വരുന്നൊരു ഫോണാണ് നമ്മുടെ OnePlusന്റെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നമ്മുടെ പണ്ടത്തെ നമ്മുടെ CE4 ഉണ്ടാകുന്നല്ലോ, CE4ൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. അത്യാവശ്യം നല്ല എന്താ പറയുക, ഞാനിത് ആക്ച്വലി യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് 10-24 മണിക്കൂറായി. അപ്പോൾ ഇതാണ് ഫോൺ നമ്മൾ ആക്ച്വലി എടുത്തിട്ടുണ്ടായിരുന്നത്. മാർബിൾ കളറാണ്, എഡിഷനാണ്. ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് ആണ് ബാക്കിലേക്ക് വരുന്നത്. പക്ഷേ ഈ മാർബിൾ കളറിൽ നമുക്കൊരു ശരിക്കും ഒരു ഗ്ലാസ് ഫീൽ തോന്നുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നില്ല. ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്. ഫ്രണ്ടിൽ നമുക്ക് 6.7 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് എന്താ പറയുക, വലിയ നല്ല എന്താ പറയുക, പറയുമ്പോൾ ഫുൾ HD ഡിസ്പ്ലേ ആണെങ്കിലും പക്ഷെ നല്ല ക്വാളിറ്റി സംഭവങ്ങളൊക്കെ വരുന്നൊരു കിടിലൻ ഡിസ്പ്ലേ എന്ന് പറയാം. അടിയിൽ മാത്രം ചെറുതായിട്ടൊരു ബെസലുണ്ടെന്ന് അല്ലാണ്ട് ഞാൻ ആക്ച്വലി Oppo Reno 14 ഒക്കെ ഡിസ്പ്ലേ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴും ഈ ഡിസ്പ്ലേ ആക്ച്വലി നല്ല എന്താ പറയുക, ബ്രൈറ്റ്നസ് ആയിക്കോട്ടെ, ഒരു പഞ്ചിനെസ് ആയിക്കോട്ടെ, എല്ലാം കൂടുതലായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഞാൻ ആക്ച്വലി ഇത് എടുക്കാൻ പോയപ്പോൾ നമ്മുടെ Reno 14 പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്, ക്രോമേ സ്റ്റോറിൽ നിന്ന് എടുത്തിട്ടാണ്. ഞാൻ നോർമലി ഇപ്പോൾ OnePlus അങ്ങനെ എടുക്കുന്നത് എന്ന് വെച്ചാൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഞാൻ എക്സ്ചേഞ്ചും ചെയ്യാറുണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ആമസോണിൽ ഇപ്പോൾ നിർത്തി വെച്ചേക്കുന്നത്. പക്ഷേ ഞാൻ OnePlus 13R OnePlus 13 ഒക്കെ ആമസോണിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ OnePlusന്റെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സാണ് ആക്ച്വലി ആമസോണും അതുപോലെ തന്നെ ക്രോമ സ്റ്റോറും ഒക്കെ കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറയണം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് ക്രോമ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആമസോണിൽ നിന്ന് എടുക്കാൻ വേണ്ട ഡെലിവറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ അത് പറഞ്ഞു വന്നത് നമ്മുടെ ഡിസ്പ്ലേയുടെ കാര്യമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞു വന്നത്. കാരണം എനിക്ക് ആക്ച്വലി നല്ല പോലെ ഇഷ്ടപ്പെട്ടൊരു ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഈ റേഞ്ചിൽ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പഞ്ചിനസും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പോരാത്തിന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ച് താഴെയാണെങ്കിലും കറക്റ്റായിട്ട് തന്നെ ഡീസൻ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ക്യാമറയുടെ കാര്യം നമുക്ക് സെക്കൻഡറി ആയിട്ട് പോകാം. ഞാൻ കുറച്ച് സാമ്പിൾസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ക്യാമറ വരുന്നത് 50 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറും പിന്നെ 8 മെഗാപിക്സലിൻ്റെ ഒരു സെൻസറും, ഫ്രണ്ടിലാകുമ്പോൾ 16 മെഗാപിക്സൽ സെൻസറാണ് വരുന്നത് കേട്ടോ. 16 മെഗാപിക്സൽ എനിക്ക് തോന്നും 32 മെഗാപിക്സൽ ആയിരുന്നു നോഡ് 5 32 ആണ്. അത് അത് എന്തിനാണാവോ, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ഓൾറെഡി ക്യാമറ സാമ്പിളൊക്കെ കാണിച്ചു തരാം. വലിയ മോശമില്ലാത്ത ക്യാമറ സാമ്പിളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ബാറ്ററി 7100 mAh ബാറ്ററി സപ്പോർട്ടാണ് വരുന്നത് കേട്ടോ. അതായത് ഇത്ര വലിയ ബാറ്ററിയാണ്. ഞാൻ പറഞ്ഞില്ല 24 മണിക്കൂറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കി വയ്ക്കുന്നു, 88% ഇനിയും ബാക്കിയുണ്ട്. ഓൾമോസ്റ്റ് 24 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഈ മണ്ടൻ ബാറ്ററി, നിങ്ങളൊരു ബാറ്ററി ബാക്കപ്പ് ആണ് നിങ്ങളുടെ ഒരു മെയിൻ പ്രിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഈ സാധനം എടുക്കാട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് സെക്കൻഡറി ഫോണായിട്ടൊക്കെ സുഖമായിട്ട് എടുത്ത് വയ്ക്കാമെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു ഹൈലൈറ്റ് ആണ് നമ്മുടെ OnePlusന്റെ ഓക്സിജൻ OS. നല്ല സ്മൂത്താണ്. നമുക്കിതിൽ പ്രൊസസ്സർ വരുന്നത് 8350 Apex എന്ന് പറഞ്ഞാൽ നമ്മുടെ Dimensity പ്രൊസസ്സറാണ്. സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 15 ലാഖിൻ്റെ ആൻഡ്രോയിഡ് സ്കോറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഗെയിമിങ്ങിനായിക്കോട്ടെ എല്ലാം നമുക്ക് സുഖമായിട്ട് ഇതിൽ ചെയ്യാട്ടോ. മൾട്ടി ടാസ്കിങ് ആയിക്കോട്ടെ. നമ്മുടെ Oppo Reno 14 37 രൂപയുടെ സാധനത്തിൽ ഈ സെയിം പ്രൊസസ്സറിൻ്റെ വരുന്നത്. ഇത് നമുക്ക് അതിൻ്റെ ഓൾമോസ്റ്റ് 10,000 രൂപ കൂടുതൽ, 10,000 രൂപയുടെ മുകളിൽ കൂടുതലായിട്ട് വരുമ്പോൾ നല്ല പ്രൊസസ്സറാണ്. നല്ല അത്യാവശ്യം നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു ഓവറോൾ ഒരു കുട്ടി പാക്കേജായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈലി എന്താ പറയുക റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ്. പക്ഷേ ഇതിൽ കുറവുകളൊക്കെ ഉണ്ട്. അത് എടുത്ത് പറയേണ്ട കാര്യമാണല്ലോ. ഞാൻ എന്തായാലും ഇത് എന്താ പറയുക കോൺ സെക്ഷനിൽ പറയാം. ഇപ്പം നമ്മൾ പോകുന്ന പ്രോസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സ്ക്രീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രൊസസ്സർ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി, പ്രത്യേകിച്ച് ഈ വൈറ്റ് കളർ ഓവറോൾ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. IP65 റേറ്റിംഗ് വരുന്നുണ്ട്. ഈ റേറ്റിൽ നമുക്ക് ആക്ച്വലി IP68 ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും ഒരു OnePlusന്റെ ഫോൺ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒരു സംഭവമാണ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ഫോൺ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ സെക്ഷനാണ്. നമുക്ക് 4 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതിൽ മിനിമം നമുക്കൊരു 2 മാസത്തിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. പിന്നെ OnePlusന്റെ ഓക്സിജൻ OSനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. അത് എന്താ പറയുക, ആനിമേഷൻ ആയിക്കോട്ടെ എല്ലാം കിടിലം തന്നെയാണ്. AI ഫീച്ചേഴ്സും ഇഷ്ടം പോലെ എന്താ പറയുക കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഓക്സിജൻ OS. അതിന് അടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഫൺ ടച്ച് OS ആയിട്ട് കമ്പാരിസണോ ഹൈപ്പർ OS ഒന്നും ഇതിൻ്റെ അടുത്ത് കൂടെ പോവില്ല. അപ്പോൾ അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെന്താ, നമുക്ക് ബ്ലോട്ട്വെയർസ് എന്ന് പറയാനുള്ളത് 2-3 കുറച്ചാണ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ക്ലിയർ OS ആയിട്ട് വേണമെങ്കിൽ നമുക്ക് UI ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ.
എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ബാറ്ററി ഫാസ്റ്റ് ചാർജിങ് കൊണ്ട്, ബാറ്ററി ബാക്കപ്പ് കൊണ്ട്, ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ക്വിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് തോന്നിയ പ്രോസ് എന്ന് പറയുന്നത്. ഇനി കോൺസ് എന്ന് പറയാനുള്ളത് നമുക്ക് USB 2.0 ആണ്, പഴയതാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫറിങ് ആൾക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ശരിക്കും തോന്നും ഫീലിംഗ്, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം വലിയ അത് സംഭവമായിട്ട് തോന്നില്ല. പിന്നെ ഇതിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. സ്പീക്കർ അത്യാവശ്യം ലൗഡൊക്കെ തന്നെയാണ്, പക്ഷേ എന്നാലും സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ, ഡുവൽ സ്പീക്കർ വരുന്നില്ല. പിന്നെ ഒരു കോൺസെപ്ഷനിൽ വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇതിൽ താഴെ ചെറിയൊരു ബസ്സിൽ, വലിയ കാര്യമായിട്ടുള്ള ബസ്സിലൊന്നും ഇല്ല കേട്ടോ, അത് അത്ര പെട്ടെന്ന് അറിയുന്നില്ല. ഞാനിപ്പോൾ വേണമെങ്കിൽ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കാണിച്ചു തരാം. ഇതാ കണ്ടോ, ചെറിയൊരു ബസ്സല്ലേ ഉള്ളൂ, വലിയ കാര്യമുള്ള ബസ്സിലൊന്നുമില്ല. എന്നാലും അത് വേണമെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു കോൺ സെക്ഷനിൽ വേണമെങ്കിൽ പറയാം. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ 16 മെഗാ പിക്സൽ. അത് എനിക്കൊരു കോണായിട്ട് തോന്നാൻ കാരണം അത് അതിൻ്റെ മെഗാ പിക്സൽ കുറവാണ്. അതുകൊണ്ട് തന്നെ സൂമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു എന്താ പറയുക ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാത്ത പക്ഷം ക്യാമറാസൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ആക്ച്വലി അത്യാവശ്യം ലിമിറ്റഡ് ആയിട്ടുള്ള ലൈറ്റ് സെറ്റപ്പിൽ എടുത്തപ്പോൾ ഫോട്ടോസൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും. അത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 6 മണി റേഞ്ചിലൊക്കെ എടുത്ത ഫോട്ടോസാണ്, എന്നിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇതിൽ നമുക്ക് 8 GB 128 GB ആണ് ബേസ് വേരിയൻറ്റ് വരുന്നത്. കുഴപ്പമൊന്നുമില്ല. ബേസ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ 128 GB എന്ന് പറയുമ്പോൾ ഈ സാധനം 128 GB ആണ്. ഈ മോഡൽ 128 GB ആണ്. നമുക്ക് ഫ്രീ ആയിട്ടൊരു 78 ഞാനൊരു അത്യാവശ്യം കുറച്ച് ഫോട്ടോസും ഒരു 5-8 GB ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 GB വീഡിയോസും കയറ്റിയിട്ടുണ്ടാകുന്നില്ല. എന്നിട്ട് നമുക്ക് ബാക്കി ഒരു 78 GB ഒക്കെ ഫ്രീ വരുന്നുണ്ട്. നിങ്ങളൊരു ചുമ്മാ നോർമൽ യൂസിനൊക്കെ ഒരു ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 128 GB മതിയാവും കേട്ടോ, അത് വേറെ കാര്യം. അല്ലാത്ത പക്ഷം അവർ ശരിക്കും എനിക്ക് തോന്നുന്ന ഒരു 256 GB എങ്കിലും ബേസ് വേരിയൻ്റ് ആയിട്ട് ഇറക്കായിരുന്നു ഈ പ്രൈസിന്. അത് അവർ ഇറക്കിയില്ല, പോട്ടെ. പിന്നെ പറഞ്ഞിട്ടല്ല, ഇതൊക്കെയാണ് എനിക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് 24 മണിക്കൂറിൽ നമുക്ക് ഫീൽ ചെയ്ത കുറച്ച് കോൺസ് എന്ന് പറയാനുള്ളൂ. അല്ലാണ്ട് വലിയ കാര്യമുള്ള കോൺസൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഗ്ലാസ് ബാക്ക് ആക്കായിരുന്നു അവർക്ക്, പക്ഷേ ഇത് ശരിക്കും ഒരു പ്രീമിയം ഫിനിഷ് തോന്നുന്നുണ്ട് കേട്ടോ. അത് ഗ്ലാസ് അല്ല എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഇതൊരു മാർബിൾ ഡിസൈനാണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ കളർ വാങ്ങിച്ചാൽ മതി. ഗ്രേയും അല്ലെങ്കിൽ ബ്ലൂവും ഗ്രേ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്ലാസ്റ്റിക് ഫീൽ ചെയ്യും കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ നമുക്കിതിൽ ഡുവൽ സിം സപ്പോർട്ട് വരുന്നുണ്ട്. SD കാർഡ് സപ്പോർട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല എന്താ പറയുക, കോൾ ക്വാളിറ്റി സൂപ്പറാണ്, ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. റെക്കോർഡിംഗ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. വൈഫൈയും നമുക്കൊരു ഇഷ്യൂസും ഇല്ല. 13S നമുക്ക് വൈഫൈ റേഞ്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നുണ്ടാകുന്നില്ല. അപ്പോൾ ഓവറോൾ ഒരു കുട്ടി പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം ഈ റേഞ്ചിലിട്ട്. പ്രത്യേകിച്ച് നിങ്ങളൊരു OnePlus ഫാനാണെങ്കിൽ, ഞാൻ ആക്ച്വലി OnePlusൻ്റെ സോഫ്റ്റ്വെയറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് OnePlusൻ്റെ. പ്രത്യേകിച്ച് അവരുടെ ഡയലർ ആപ്പും നമ്മൾ ഡയൽ ചെയ്യുമ്പോൾ ഉള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആർക്കൊന്ന് ഡയൽ ചെയ്യാം, എനിക്ക് തന്നെ ഡയൽ ചെയ്യാം. അത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കാം. ഡയലിങ് ആപ്പൊക്കെ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. ഓവറോൾ ഒരു എന്താ പറയുക, സോഫ്റ്റ്വെയർ നല്ലൊരു എക്സ്പീരിയൻസ് ആക്ച്വലി തരുന്നുണ്ട്. നമ്മുടെ ഫൺ ടച്ച് OS ആയിട്ട് കമ്പയർ ചെയ്താലും, അല്ലെങ്കിൽ ഇപ്പോൾ ഹൈപ്പർ OS ആയിട്ട് കമ്പയർ ചെയ്താലും ഓക്സിജൻ OS ഒരു കിടിലൻ തന്നെയാണ്. നമ്മുടെ 1 way കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു കിടിലൻ UI എന്ന് പറയാവുന്ന സംഭവം തന്നെയാണ്. അത് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയുള്ളൂ കേട്ടോ, അല്ലാണ്ടവർക്ക് അറിയില്ല. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കി വെക്കുക. ഓവറോൾ ഒരു കുട്ടി പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അതുകൊണ്ട് ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എന്താ പറയുക സിംഗിൾ സ്പീക്കർ, കുറേ പേര് ഭയങ്കര എന്താ പറയുക ഇതിനെ കുറ്റം പറഞ്ഞൊരു സംഭവമാണ് സിംഗിൾ സ്പീക്കർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ സ്പീക്കറും ഭയങ്കര ലോ വോളിയം ഒന്നും അല്ല കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വോളിയമൊക്കെ നമുക്ക് ഈ സിംഗിൾ സ്പീക്കർ ആയാലും കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റീരിയോ എഫക്റ്റ് കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് അത് ഗെയിമേഴ്സിനായിരിക്കും ചെറുതായിട്ട് എഫക്റ്റ് ചെയ്യുക, അല്ലാത്ത പക്ഷം ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് പിന്നെ ഇതിൽ നമ്മുടെ പ്ലസ് കീ ഒന്നും ഇല്ല, നോട്ട് ഫയൽ വന്ന പോലെ തന്നെ പ്ലസ് കീയും കാര്യമൊന്നും വരുന്നില്ല. സ്പീക്കർ വലിയ പ്രോബ്ലമൊന്നും ഇല്ല. പക്ഷേ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പും സംഭവമൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം വേർത്ത് തന്നെയാണ്, ഒരു ഇഷ്യൂസൊന്നും ഇല്ല. 23 രൂപയ്ക്കാണ് നമുക്ക് ക്യാഷ് ബാക്ക് ഡിസ്കൗണ്ട് അടക്കം കിട്ടുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, എടുക്കാൻ വേണമെങ്കിൽ. ഞാൻ ആക്ച്വലി ഇത് കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇത് 8 GB 128 GB ആണ്. നമ്മൾ 21 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്, ഒരു ദിവസമായിട്ടുള്ള കൊടുത്തിട്ടാ. നമ്മൾ വീഡിയോ പർപ്പസിന് എടുത്ത് തന്നെയാണ്. ഞാൻ ഇതിൻ്റെ നമ്മുടെ BSNL സിമ്മും കാര്യങ്ങളൊക്കെ കിട്ടുകയെന്നു, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും നമ്മളൊന്നും ഫേസ് ചെയ്തിട്ടില്ല. ആകെ ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ, Type-C 2.0 ആണ്, സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. പിന്നെ ഒരു ആവറേജ് ക്യാമറ പെർഫോമൻസ് ആണ്. പിന്നെ ഈ റേഞ്ചിൽ പിന്നെ നമുക്ക് ഈ റേഞ്ചിൽ ഭയങ്കര കിടിലൻ ക്യാമറാസ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ എന്നാലും മോശമില്ലാത്തൊരു ക്യാമറാസ് ഒരു സെറ്റപ്പ് തരുന്നുണ്ട്. പിന്നെ എനിക്ക് വലിയ കാര്യമുള്ള കോണൊന്നും ഇത്ര ദിവസം കൊണ്ട് നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. നമുക്ക് ബോക്സിൽ എല്ലാ സംഭവങ്ങളും കിട്ടുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ചാർജറും സാധനമൊന്നും എടുത്തിട്ടൊന്നുമില്ല, എൻ്റെ ചാനലിൽ ഓൾറെഡി വേറെ OnePlusൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. ഇതൊരു നമ്മൾ ഭയങ്കര ക്വിക്കായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അത്യാവശ്യം ഇപ്പോഴും ഒരു 9 മിനിറ്റൊക്കെ ആയില്ലേ. അപ്പോൾ എന്തായാലും
നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമ്മൾ ആക്ച്വലി കുറച്ച് ഗാഡ്ജറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഈ ആക്ഷൻ 4 DJIൻ്റെ ആക്ഷൻ 4, DJIൻ്റെ എന്താ പറയുക മൈക്ക് മിനി സിംഗിൾ ട്രാൻസ്മിറ്റർ സിംഗിൾ റിസീവർ, അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഉണ്ട് നമ്മുടെ സോണിയുടെ ZV-10 ക്യാമറ, കാനോണിൻ്റെ R50 ക്യാമറ, അതായത് വൈറ്റ് കളർ പുതിയതാണ് 2 മാസമായിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഈ JBLൻ്റെ ലൈവ് ബീം 3 ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വന്ന TWS ആണ്. ഇത് 3 മാസമായിട്ടുള്ളൂ. അപ്പോൾ 2 ഇയർ വാറണ്ടികളൊക്കെ വരുന്നതാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കമൻറ്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് അതിൽ ഡയറക്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. മെസ്സേജ് ചെയ്താൽ മതി. അടുത്ത വീഡിയോ കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് അതേ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ പറയാൻ മറന്നു.